എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഉറക്കം ഉണർന്ന് വരുന്നത് തൊട്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. വന്ന ഉടനെ നേരെ ചെന്ന് ഫ്രണ്ട് ഡോറ് തുറന്നൊന്ന് പുറത്തൊക്കെ നോക്കുമ്പോൾ ഒരു സമാധാനം. നേരമൊക്കെ പുലർന്ന് വരുന്നുണ്ടല്ലോ, ഇന്നത്തെ ദിവസം കാണാനായിട്ട് ഒരു ഭാഗ്യം ദൈവം തന്നല്ലോ എന്നുള്ള ഒരു സമാധാനത്തോടു കൂടിയാണ് എഴുന്നേറ്റ് വരണത്. അതിനുശേഷം നമ്മൾ എപ്പോഴും ഉറക്കം എഴുന്നേറ്റ് വന്നാൽ ഉടനെ ജനലുകളെല്ലാം ഒന്ന് തുറന്നിടണം. കാരണം അറിയാമല്ലോ, രാത്രി ഫുള്ള് അടച്ചിട്ടിരുന്ന അതിനകത്ത് നമ്മുടെ ശ്വാസവും അതും ഇതും ഈ ദുർവായു മുഴുവൻ അതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരിക്കും. അപ്പം നമ്മളൊരു വായു സഞ്ചാരം ഉറപ്പാക്കണം. അപ്പോൾ അതിനായിട്ട് ജനലുകളൊക്കെ തുറന്നിട്ട് ഒരു വായു സഞ്ചാരം നമ്മൾ ഉറപ്പാക്കണം. അപ്പോൾ ഫ്രണ്ട് ഡോറും ജനാലുകളും ഒക്കെ തുറന്നിട്ട് അവിടെ ഒന്ന് തൂത്തൊക്കെ വാരിയിട്ടുണ്ട്. ഇനിതാ നമ്മുടെ ഡൈനിങ് റൂമാണ്. അവിടത്തെയും ജനാലകൾ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ തുറന്നിടും. എനിക്കാണെങ്കിൽ ഇവിടെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞ് ജനലുകളൊക്കെ തുറന്നില്ലെങ്കിൽ ഭയങ്കര ഒരു വീർപ്പ് മുട്ടലാണ്. ഓരോ ആൾക്കാരെയൊക്കെ കാണുമ്പോഴേക്ക് ജനലുകളും ഒന്നും തുറക്കാണ്ട് അതുപോലെ തന്നെ ഡോറൊക്കെ അടച്ചു പൂട്ടി, ഈശ്വര എങ്ങനെയാണ് അത് അതിനകത്ത് ഇരിക്കണത്. എനിക്കത് കാണുമ്പോഴല്ല ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ശ്വാസം മുട്ടലാണ്. നമ്മളിവിടെ ഇങ്ങനെയാണ്, എണീറ്റ ഉടനെ ജനലുകൾ വാതിലുകൾ എല്ലാം തുറന്നിട്ട് ഒരു വായു സഞ്ചാരം, നല്ല ആ ഒരു നെഗറ്റീവൊക്കെ പുറത്ത് പോയിട്ട് പോസിറ്റീവൊക്കെ അന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു ആർദ്രതയും ആ ഒരു സൗന്ദര്യമൊക്കെ അകത്തോട്ട് കൊണ്ടുവരണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് തൂത്തൊക്കെ വാരി ഇനി തുടച്ചൊക്കെ ഇടണം. ഇപ്പോൾ നേരം വെളുത്തിട്ടില്ല, പക്ഷേ ഇവിടത്തേക്ക് ഒരു പ്രത്യേകത, എല്ലാവരും രാവിലെ ഉറക്കം എഴുന്നേക്കും. എല്ലാവരും ജോലിക്കൊക്കെ പോണ ആൾക്കാരൊക്കെയാണ്, അതുകൊണ്ട് രാവിലെ തന്നെ ഉറക്കം എഴുന്നേക്കും. അപ്പോൾ അവിടുത്തെ വീട്ടിലെ ചേച്ചി അവിടെ കുക്കറിൽ വേവിക്കണമുണ്ട്, ആ സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാം, അവരുടെ സംസാരങ്ങൾ കേൾക്കാം. അപ്പോൾ നമുക്കിപ്പോൾ അതിരാവിലെ ഉണർന്നാലും ആ ഒരു പേടിയോ ഭയമോ ഒന്നും തോന്നില്ല. നമ്മളല്ല കൂളായിരിക്കും. ഒന്നാമത് കണ്ടില്ലേ, വീടുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഒരു കണക്കിന് നോക്കിയാൽ നമുക്ക് ഇത്രയും നമ്മളിങ്ങനെ അടുത്തടുത്ത് താമസിക്കുമ്പോഴേക്കും അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. ചിലപ്പോൾ തോന്നും ഒരുപാട് വസ്തുവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു വീട് വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ ചെടികളൊക്കെ നട്ട് വളർത്തി അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ തോന്നും. പിന്നെ തോന്നും അപ്പോൾ നമ്മളൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ലേ, ഇതാകുമ്പോൾ നമുക്ക് ഒന്ന് വിളിച്ചാലോ ഒന്ന് ഉറച്ചു തുമ്മിയാൽ കേൾക്കാൻ ആൾക്കാരുണ്ട്. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ ഇങ്ങനെ വളർന്ന് ശീലിച്ചത് കൊണ്ട് കുറച്ച് ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 6 മണിയായി. ഇപ്പോഴും 6 മണി ആയതല്ല, 6 മണി കഴിഞ്ഞിട്ടുണ്ട്. 6 മണിക്കും നല്ല ഇരുട്ടാണ്. അപ്പോൾ ഒരു 6 മണി കഴിഞ്ഞ് ഒരു 6:10 6:15 ആകുമ്പോഴാണ് നേരെ ഒന്ന് പുലർന്ന് വരണത്. ചന്ദ്രൻ ഇപ്പോഴും പോയിട്ടില്ല. സൂര്യൻ വരാറായിട്ട് ചന്ദ്രൻ അവിടെ തന്നെയുണ്ട്. നമ്മളെ മഞ്ഞുകാലത്ത് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് അത്. നമുക്ക് പകൽ സമയത്തും ചന്ദ്രനെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കിഴക്കുള്ള ഒരു നക്ഷത്രം ഇല്ലേ, നക്ഷത്രമല്ല അത് ഗ്രഹം എന്നല്ലേ പറയണത്, ബുധനോ വെള്ളിയോ എന്തോ ആണ്, അതൊക്കെ നമുക്ക് അതിരാവിലെ കാണാനായിട്ട് പറ്റും. നല്ല കാഴ്ചകളാണ്. രാവിലത്തെ ഒരു വൈബുണ്ടല്ലോ, അത് പിന്നെ ആ ഒരു ദിവസം ഓരോ സമയത്തും കിട്ടൂല. ഒരു വല്ലാണ്ട് നമ്മളങ്ങ് ഫ്രഷ് ആവും, നല്ലൊരു പോസിറ്റിവിറ്റി തോന്നും, ഒന്ന് കൂളാവും. അതാണ് ആ ഒരു പ്രഭാതത്തിൻ്റെ പ്രത്യേകത. പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനി വിളക്ക് തേക്കണം. അപ്പോൾ രാവിലെ ഉണർന്നാൽ എനിക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. രാവിലെ ഉണർന്ന് ഡോറ് തുറന്ന ഉടനെ ആദ്യം ചെയ്യണത് ഭക്തിഗാനം ഇടും. ഭക്തിഗാനമല്ല, ഫസ്റ്റ് സുപ്രഭാതം ഇടും. ആ സുപ്രഭാതം കേട്ടുകൊണ്ട് വേണം എനിക്ക് അന്നത്തെ ദിവസം ആരംഭിക്കാനായിട്ട്. അപ്പോൾ കിട്ടണ ഒരു ഉന്മേഷം വേറെ എന്ത് കേട്ടാലും കിട്ടൂല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ആ ഒരു സുപ്രഭാതം അങ്ങ് പ്ലേ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് ഡിവോഷണൽ സോങ്സ് ഉണ്ടല്ലോ, അതിൽ നല്ല നമുക്ക് എല്ലാ ഡിവോഷണൽ സോങ്ങും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നമുക്ക് നല്ല ഇഷ്ടം തോന്നുന്ന കുറേ പാട്ടുകൾ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതങ്ങ് പ്ലേ ചെയ്യും. ഇനി അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ ശനിയാഴ്ചത്തെ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കാനായിട്ട് പോണതാണ്. അതിനായിട്ട് എള്ള് വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കഴുകി അലക്കി വൃത്തിയാക്കി ഒരു മുണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു പീസ് മതി, അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്ന് കത്തും, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു കുഞ്ഞൻ പീസ് എടുത്ത് അതിലേക്ക് എള്ളിട്ട് നല്ലതുപോലെ കെട്ടി മുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് കളഞ്ഞ് അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് പിന്നെ ഈ എള്ളിട്ട് കത്തിക്കണം. അതിനെയാണ് നമ്മൾ എള്ള് വിളക്ക് അല്ലെങ്കിൽ നമ്മൾ നീരാഞ്ജനം കത്തിക്കണമെന്ന് പറയണത്. ഭയങ്കര ഒരു ഐശ്വര്യമാണ് അങ്ങനെ വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പം.
അതിലും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ആ നെയ്യല്ല ആ നല്ലെണ്ണയും ഈ എള്ളും എല്ലാം കൂടെയൊക്കെ ആവുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ്. നമ്മൾ അന്തരീക്ഷം ഭയങ്കരമായിട്ട് അങ്ങ് ശുദ്ധിയാവും. ഈ പറയും പോലെ ത്രിസന്ധ്യ നേരത്തും ഈ ഒരു പ്രഭാത സമയങ്ങളിലാണല്ലോ നമുക്ക് രാത്രിയും പകലും രണ്ടും കെട്ട നേരവും നമ്മൾ പറയണ ഒരു സമയമാണ്. ആ സമയത്ത് അന്തരീക്ഷത്തിൽ ഒരുപാട് പൊടിപടലങ്ങളായിരുന്നാലും ഒരുപാട് ഇങ്ങനെ വിഷമയമായ ഒരു സമയം എന്നാണ് പറയണത്. അപ്പോൾ ആ സമയത്തിനെ ഒന്ന് ശുദ്ധീകരിക്കാനും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് സയൻറ്റിഫിക് പരമായിട്ട് പറയണത്. അപ്പോൾ എന്തായാലും നമുക്കതൊരു വിശ്വാസമാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ തേങ്ങാമുറിയിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് എള്ള് വിളക്ക് കത്തിച്ചിട്ട് നീരാഞ്ജന മന്ത്രം നമുക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് നമ്മൾ 11 പ്രാവശ്യം ചൊല്ലാറുണ്ട്. അങ്ങനെയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കാറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് എനിക്ക് എങ്ങനെയായിരുന്നാലും ഒരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങനെ നല്ല അതിരാവിലെ ഉണർന്നാൽ മാത്രമേ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചിട്ടയോടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലോട്ട് കയറണം. അപ്പോൾ 5:30 മണിക്ക് തുടങ്ങണതാണ് തൂത്തുവാരലും തളിക്കലും തുടയ്ക്കലും എല്ലാം. അത് കഴിഞ്ഞ് കുളിച്ച് വിളക്ക് തേച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കും ഇപ്പം തന്നെ സമയം 7 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് വിളക്ക് കത്തിക്കാനായിട്ട് പറ്റിയത്. നമ്മളെല്ലാം ചെയ്ത് അല്ലാണ്ട് ഓടിപ്പോയി വിളക്ക് കത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അത്രയും ശുദ്ധിയും വൃത്തിയാക്കിയതിന് ശേഷം വിളക്ക് കത്തിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ഒരു ബലം കിട്ടുള്ളൂ. ഇനി തിരിയൊക്കെ കത്തിച്ച് വെച്ച് അപ്പോഴേക്ക് കേശു ഉണർന്നു വന്നിട്ടുണ്ട്. പിന്നെ കേശുവിന് രാവിലെ ഈ ഭക്തിഗാനങ്ങൾ ഇടണതും സുപ്രഭാതം കേൾക്കണതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടെ കുഞ്ഞിലേന്ന് ഇത് കേട്ട ഉടനെ ആൾ എത്ര ഉറക്കത്തിൽ കിടന്നാലും ഓടി വന്ന് അത് കാണാനായിട്ടിരിക്കുമായിരുന്നു. ഇപ്പം പിന്നെ മോനും കേട്ട് അത് തഴക്കവും പഴക്കവും വന്നപ്പോഴേക്കും ഇപ്പം ആളങ്ങനെ എഴുന്നേറ്റ് വരാറില്ല. നമുക്ക് എന്ത് കാര്യങ്ങളും ആദ്യം ഉള്ള കേൾക്കുമ്പോഴുള്ള ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമ്മൾ യൂസ്ഡ് ആയല്ലോ. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. പിന്നെ നമുക്ക് അതിങ്ങനെ ഭയങ്കര അതിശയോക്തിയോടുകൂടി നോക്കിയിട്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മയും ഉണർന്ന് പല്ലൊക്കെ തേച്ച് അമ്മ നേരെ അടുക്കളയിലോട്ട് കയറി ചായ ഇട്ടിട്ടുണ്ടായിരിക്കും. മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ചായ ഇടണത് അമ്മ തന്നെയാണ്. അപ്പോഴേക്കും എനിക്ക് അവിടെ വിളക്കത്തിക്കൽ കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ അമ്മയായിരിക്കും വിളക്ക് കത്തിക്കണത്. അപ്പോൾ ഞാൻ നേരെ കുളിച്ച് അടുക്കളയിലോട്ട് കയറും. ഇനി ഒരു ചൂടോടുകൂടി നല്ല ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആവണം. നമ്മളെ മൈൻഡ് ഫ്രഷായി ഇനി ഒരു ബോഡിയും കൂടെ ഒന്ന് ആ ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കുന്നത്. ബാക്കി ഒരുപാട് ജോലി അന്നത്തെ ദിവസം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കിടക്കുകയാണ്. നമ്മളെക്കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ നോക്കി നിൽപ്പുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല ഉന്മേഷത്തോടു കൂടിയും നല്ല രീതിയിൽ ചെയ്ത് തീർക്കണമെങ്കിൽ നമ്മളാദ്യം നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഇടയ്ക്കൊരു പരസ്യം ഞാൻ കണ്ടതാണ് മമ്മൂട്ടിയുടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളോട് തന്നെയാണെന്നാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ എപ്പോഴത്തെയും ശത്രുവും നമ്മുടെ എപ്പോഴത്തെയും മിത്രവും നമ്മൾ തന്നെയാണ്. നമ്മളെപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മളോട് തന്നെയാണ്. അപ്പോൾ നമ്മളെ തന്നെ കുറേയൊക്കെ മാറ്റിയെടുക്കാനും കുറേ രീതിയിലൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒരുപാട് ശീലങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനും ഒരുപാട് നന്മകൾ വരുത്താനും ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരാനും ഒക്കെ കുറേയൊക്കെ ഇതൊക്കെ നമ്മൾ സഹായിക്കും. രാവിലെ ഇങ്ങനെയുള്ള കുറേ പ്രവൃത്തികൾ ചെയ്യണത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജീവിത വിജയം കൈവരിച്ച ആരെ നോക്കിയാലും അവർക്കൊക്കെ ഇങ്ങനെ ഒരു കറക്റ്റായിട്ട് മോർണിംഗ് റൊട്ടീൻ ഉണ്ടെന്നാണ് പറയാറ്. അപ്പോൾ രാവിലെ ഉണർന്ന് എക്സസൈസ് ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ, നമുക്ക് വേണമെങ്കിൽ നല്ല പാട്ടുകൾ കേൾക്കാം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യണമുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരുടെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു മോർണിംഗ് റൊട്ടീൻ ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി വീടും പരിസരവും എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇത് നമുക്ക് നൽകണതും അതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം ഇതാണെന്നാണ്. നമ്മൾ മോർണിംഗ് റൊട്ടീൻ ഈ രീതിയിൽ ഒന്ന് ചിട്ടപ്പെടുത്തിയാലും നല്ലതായിരിക്കും. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് കാട് കയറണില്ല. അപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ഡ്യൂട്ടിയിലോട്ട് കടന്നിരിക്കുകയാണ്.
രാവിലെ തന്നെ വേസ്റ്റ് എടുക്കാനായിട്ട് ഒരു പയ്യൻ വരും. അപ്പോൾ ആ വേസ്റ്റൊക്കെ കൊണ്ട് കൊടുത്ത് അതൊക്കെ മാറ്റി ആ പാത്രമൊക്കെ കഴുകി അതിനകത്ത് പുതിയ കവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വേസ്റ്റ് ഇനി ആ കവറിലിട്ടാൽ നമ്മൾ ഡയറക്റ്റായിട്ട് പാത്രത്തിലിടാണ്ട് ഈ കവർ വെച്ചിടുമ്പോഴേക്ക് അതാണ് ഏറ്റവും നല്ലത്. മുന്നേയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഡപ്പ അവിടെ വെച്ചിട്ട് ആ വേസ്റ്റ് എല്ലാം അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇടും. അപ്പോൾ പിന്നെ പിറ്റേന്ന് ആ വേസ്റ്റ് എടുക്കാനായിട്ട് ആൾ വരുമ്പോഴേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ കൈകൊണ്ട് വീണ്ടും കോരി എടുത്തൊക്കെ ഇടണം. ഇതാകുമ്പോൾ ഒന്നും അറിയണ്ടല്ലോ. അങ്ങനെ കേശു രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയൊരു കോളുമാറ്റം. അങ്ങനെ കേശുവും അമ്മയും കൂടെ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ ചെറിയ മഞ്ഞുണ്ട്. നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കാണ് അറിയണം. നമുക്ക് മഞ്ഞിങ്ങനെ ഞാൻ പറയില്ല, നമ്മളെ സ്ഥലത്ത് മഞ്ഞ് ഇതൊക്കെ കാണാനൊന്നും പറ്റില്ല, പക്ഷേ ഫീൽ ചെയ്യണുണ്ട്. അപ്പോൾ ഒരു തൊപ്പിയൊക്കെ ഫിറ്റ് ചെയ്ത് കേശു അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാനും ഇതാ പൂ പറിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് എരിക്കിൻ്റെ പൂവാണ് എടുക്കുന്നത്. ശനിയാഴ്ച ദിവസം നമ്മളിങ്ങനെ 18 അല്ലെങ്കിൽ 27 എരിക്കും പൂ പറിച്ച് വിളക്കിൻ്റെ മുന്നിൽ വെക്കണത് ഐശ്വര്യമാണെന്ന് കേട്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ പൂവൊന്നും എടുക്കാനായിട്ട് ഇറങ്ങാത്തത് ഞാൻ കണ്ട് വിളക്ക് കത്തിച്ചേക്ക് സമയമായപ്പോഴേക്കും, അല്ലാണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്കും നേരെ അധികം വെളുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്ന് നിന്ന് പൂ പറിക്കാനായിട്ടൊരു ഒരു പേടിയുണ്ടായിരുന്നു. ബുദ്ധിമുട്ടല്ല, പേടിയായിരുന്നു. കാരണം മിക്ക ദിവസങ്ങളിലും ഇവിടെ ഒരു പാമ്പിനെ കാണാറുണ്ട്. അപ്പോൾ അത് മൂർഖനാണെന്നാണ് പറയണത്. എങ്ങാനും നമ്മൾ ആ ചെറിയൊരു പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളൂ രാവിലെ. അതിരാവിലെ ആകുമ്പോൾ നമുക്കും ഒന്നും അറിയാൻ പറ്റില്ല. എന്തിനാണ് നമ്മൾ വഴിയെ പോണ പണി ഇരന്ന് വാങ്ങിക്കണത്. അതുകൊണ്ട് ആ കാട്ടിൽ പോയെന്നും വേണ്ട, ആ പാമ്പ് കടിച്ചെന്നും വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ രാവിലെ ആ പൂക്കളൊന്ന് പറിക്കാനായിട്ട് ഇറങ്ങാത്തത്. അപ്പോൾ ഒന്ന് പുലർന്ന് എല്ലാവരും ഒക്കെ ഇത് നല്ല വെട്ടം വീണതിന് ശേഷമാണ് എരിക്കും പൂ പറിച്ചത്. ഇനി അമ്പലത്തിൽ കൊടുക്കാനായിട്ടും എരിക്കും പൂ വേണം. മിക്ക ശനിയാഴ്ച ദിവസങ്ങളിൽ അമ്പലത്തിൽ പോവാറുണ്ട്. മിക്കവാറും മഹാദേവ ക്ഷേത്രത്തിലായിരിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ പോണത്. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, അമ്മയും മോനും ഒക്കെ നടക്കാനിറങ്ങി. അപ്പോഴേക്കും ചേട്ടനും പല്ലൊക്കെ തേച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു സമയം ഒരു ഭയങ്കര വൈബാണ്. ഞാൻ എപ്പോഴും പറയുമ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും നല്ല ഫ്രഷ് ആയിരിക്കും നമ്മൾ കാണുമ്പോഴേക്കും. ഉറങ്ങി എഴുന്നേറ്റ് വരണ സമയമൊക്കെ തന്നെയാണ്, എന്നാലും ഒരു പ്രത്യേക ഒരു ഉന്മേഷം തോന്നും. എല്ലാവരും നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് എല്ലാം എണീച്ച് വരണത്. അപ്പം നമ്മൾ അസുഖങ്ങളായാലും അങ്ങനെയാണ്. രാവിലെ നമ്മളിപ്പോൾ കാലുവേദന, കൈവേദന, നടുവേദന, അമ്മയ്ക്കൊക്കെ നല്ല കാലുവേദനയാണ്. പക്ഷേ അമ്മ ഉണർന്ന് വരുമ്പോഴേക്കും അമ്മ പറയും, ഇപ്പം എന്ത് ആശ്വാസം, കാലുവേദനയില്ല, ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് തുടങ്ങുമെന്ന് പറയും. അതുപോലെയല്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ അസുഖങ്ങളൊക്കെ മാറിയിട്ട് നല്ല ഫ്രഷ് ആയിരിക്കും നമ്മൾ. അപ്പോൾ ഞാൻ പൂക്കൾ കൊണ്ട് വെച്ചപ്പോഴേക്കും നീരാഞ്ജന വിളക്കെല്ലാം കത്തി അണഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, പൂക്കളൊക്കെ വെച്ചല്ലോ. ഇനി രാവിലെ തന്നെ അന്നത്തേക്ക് എന്തൊക്കെ കറികൾ ഉണ്ടാക്കണമെന്ന് മനസ്സിലൊന്ന് കണക്ക് കൂട്ടിയിട്ട് അതിനായിട്ടുള്ള തേങ്ങ മൊത്തം അങ്ങ് തിരുവി വയ്ക്കും. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ജോലി തീർന്നതുപോലെയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ തേങ്ങ ചിരകൽ. അതങ്ങ് കഴിച്ചു വെച്ചാൽ പിന്നെ ജോലികളൊക്കെ ചറപറ അങ്ങ് തീരും പോലെ തോന്നും. ഇനി അരി കഴുകി അടുപ്പത്തിടണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യേണ്ടത് അരിക്കുള്ള വെള്ളം ഇടണതാണ്. അതിന് ശേഷമാണ് ചായയൊക്കെ ഇടണത്. അപ്പോൾ വെള്ളം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. തീ നല്ല കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ പൂ പറിക്കാനായിട്ടൊക്കെ പോയത്. അപ്പോൾ ഇനി വേണം അരി കഴുകാനായിട്ട്. സത്യം പറഞ്ഞതാ കണ്ടില്ലേ, ഇത്ര അരിയാണ് എടുക്കുന്നത്. ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയും പോലെ ആർക്കും ഇപ്പോൾ ആഹാരമൊന്നും വേണ്ട. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ചോറ് വെച്ചാലും അധികം വരും. ഇടയ്ക്ക് വെച്ച് യോഗ ക്ലാസ്സിനൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനും ഭയങ്കര ഡയറ്റൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഞവരേരി ചോറ് മാത്രമേ കഴിക്കുകയുള്ളായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കും പോലെയല്ല. ഞവരേരി റേറ്റ് കൂടുതലാണ്. 1 കിലോയ്ക്ക് തന്നെ 80 രൂപ അങ്ങനെ എന്തൊക്കെയാണ്. പക്ഷെ അത് കഴിക്കുന്ന സമയത്ത് പണ്ട് രാജാക്കന്മാരൊക്കെ ഞവരേരി അല്ലെങ്കിൽ മുളയരി ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് പറയാറ്. അതുകൊണ്ടാണ് അവർക്ക് അധികം കുടവയറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഷേപ്പ് കിട്ടും. നമുക്ക് വയറ് ചാടാതെയൊക്കെ ഇരിക്കണമെങ്കിലും ആഹാരം തന്നെ ആഹാരം അമൃതമായിട്ടൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചോറുകൾ, അങ്ങനെയുള്ള അരി കഴിക്കണം. ഇവിടെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ വെള്ള അരി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളെപ്പോഴും ഈ ബ്രൗൺ റൈസ് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പം നമ്മളെപ്പോഴും ഈ ചമ്പാവരി ഞങ്ങൾ വാങ്ങുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ്. അതാകുമ്പോൾ ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല അരിയാണ്. മറ്റേ പുഴുക്കലരി എന്നാണോ എന്തോ പറയണത്, നമ്മൾ വെള്ള അരിയല്ലേ, അതല്ല. അല്ലാതെ ഈ ഒരു ചമ്പാവരി കിട്ടും റേഷൻ കടയിൽ നിന്ന്. അത് നല്ല അരിയാണ്. അതാണ് നമ്മളെപ്പോഴും വാങ്ങാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തികയാതെ വരണത് മാത്രമേ പുറത്തുനിന്ന് വാങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഇന്നലത്തെ കൊഞ്ചുണ്ടായിരുന്നു. അമ്മ അവിടെ കൊഞ്ച് നുള്ളാനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴേക്കും മീൻകാരൻ വന്നപ്പോഴേക്ക് വങ്കട മീനാണ് കൊണ്ടുവന്നത്. നമ്മൾ കഴിക്കാറേയില്ല. വങ്കട കഴിച്ചാൽ സങ്കടം മാറുമെന്നാണ് പറയണത്. പക്ഷേ
നമുക്കിവിടെ ഭയങ്കര സങ്കടമാണ് വങ്കടയെ കാണുമ്പോൾ. അതുകൊണ്ട് ഞങ്ങളങ്ങനെ വാങ്ങാറില്ല വങ്കട. അങ്ങനെ ചേട്ടൻ ദാ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കേശുവിന് രാവിലെ വിളിച്ചപ്പോൾ അവന് പോകാനായിട്ട് മടി അമ്പലത്തിൽ. എന്നിട്ട് അച്ഛൻ പോണത് കണ്ടപ്പോഴേക്കും ചെറിയൊരു സങ്കടം വന്നിട്ടാണ് 2 അടിയും കൊടുത്തൊക്കെ അച്ഛനെ യാത്രയാക്കിയത്. ഈ സമയം കൊണ്ട് അമ്മ കൊഞ്ചെല്ലാം നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. കൊഞ്ചൊക്കെ നുള്ളാനായിട്ട് ഇരിക്കുമ്പോഴേക്ക് കുറച്ചധികം സമയം എടുക്കും. അതിൻ്റെ ആ ഒരു ചെറിയ നാര് പോലത്തെ അഴുക്ക് പോലെയൊക്കെ തോന്നുമല്ലോ അതിൻ്റെ ആ മുതുക് ഭാഗത്തൊക്കെ. അതൊക്കെ അമ്മ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചൊക്കെയാണ് എടുത്ത് കളയണത്. അവിടെ ചോറ് അപ്പോഴേക്കും അരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് കത്തി വേറെ വാങ്ങാം, പോളിക്യാബോ അങ്ങനെ ഏതോ ഒരു ബ്രാൻഡും പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പിച്ചാത്തികളുടെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളുകൊണ്ട് നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് ഉപേക്ഷിച്ച് കളയാനും വയ്യ. അതിനെ തന്നെ പക്ഷെ നമ്മൾ തേച്ചെടുത്താൽ മതി. തേച്ചെടുക്കുമ്പോഴേക്കും നല്ല മൂർച്ച കിട്ടും. പിന്നെ എന്തിനാണ് ഉപേക്ഷിക്കുന്നത്? നമ്മൾ ആ ഉപയോഗിക്കുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ മൂർച്ച കുറയണതും. പണ്ടൊക്കെ അറിയില്ല, അമ്മാമ്മയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ എന്നും പിച്ചാത്തി ഇങ്ങനെ തേച്ചിട്ടാണ് കട്ട് ചെയ്യാറ്. അപ്പോൾ ഇനി കാപ്പിക്കുള്ള സംഭവം ഉണ്ടാക്കാൻ പോണതേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പവും ഉരുളക്കിഴങ്ങ് കറിയുമാണ് ഇന്ന് രാവിലത്തെ കാപ്പി. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കാപ്പി എന്ന് പറയാറുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങോട്ടുമൊക്കെ രാവിലത്തെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് കാപ്പി എന്ന് തന്നെയാണോ പറയണതെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളിവിടെ രാവിലെ കഴിക്കണതിന് കാപ്പി കുടിക്കണമെന്നാണ് പറയാറ്. അതുകൊണ്ടാണ് ഈ കാപ്പി എന്ന് പറയണത്. അപ്പോൾ അതിനായിട്ടുള്ള ഉരുളക്കിഴങ്ങ് എല്ലാം ഇനി ചുരണ്ടി എടുക്കുന്നത്. ഈ ഒരു സംഭവമില്ല, ഞാൻ ആ ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലി കളയണത് അതൊരു 16 രൂപയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് അടുക്കളയിലെ ജോലി എളുപ്പമാക്കണം ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ എന്തൊക്കെ കാണോ അതെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജോലികൾ കഴിയുമല്ലോ. എത്രയും പെട്ടെന്ന് ജോലികൾ തീർക്കണമെന്നാണല്ലോ ഓരോ വീട്ടമ്മയുടെയും ആഗ്രഹം. അപ്പോൾ അതിൻ്റെ പേരെനിക്ക് പീലറന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് തന്നെ നമുക്ക് നല്ല റേറ്റിനുള്ളതും ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിലതും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 വർഷമായിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ പെർഫോമൻസിന് യാതൊരു കോട്ടവും സംഭവിക്കാതെ അതിങ്ങനെ അതിൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്. അമ്മയ്ക്ക് പക്ഷേ ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്ക് അത് ഇപ്പോഴും അറിയില്ല അങ്ങനെ അത് ഉപയോഗിക്കാനായിട്ട്. അമ്മ അവിടെ ഒതുക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി പാത്രങ്ങളെല്ലാം കഴുകി കമിഴ്ത്തി വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങാനായിട്ട് പോണത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ പെട്ടെന്ന് അതിനെ എടുത്ത് മാറ്റാനൊന്നും നിൽക്കില്ല. പക്ഷേ അമ്മ അതെല്ലാം അടുക്കി പറക്കി യഥാസ്ഥാനത്ത് പാത്രങ്ങളെല്ലാം വെച്ച് ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ട് കമിഴ്ത്തി എന്നാൽ മാത്രമേ അമ്മയ്ക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് രാവിലെ കുറേ അങ്ങനത്തെ ജോലികളുണ്ട്, പറക്കി ഒതുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഞാനിവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് അതിന് വേണ്ട പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോണത് മഞ്ഞക്കറിയാണ്. ഉരുളക്കിഴങ്ങ് നമ്മളിവിടെ അങ്ങനെയാണ് പറയണത്, മഞ്ഞക്കറിയും എരിക്കറിയും എന്ന്. അപ്പോൾ മറ്റേ ചുവപ്പ് കറി മുളക് പൊടി ഇട്ട് വെക്കണത് ആ ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടല്ലോ, അതിവിടെ അധികം ആർക്കും അങ്ങനെ ഇഷ്ടമില്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ ഈ ഒരു മഞ്ഞക്കറിക്കാണ്. അപ്പോൾ മുളക് പൊടി ഇടാത്ത കാരണം കൊണ്ട് തന്നെ അതിനധികം പച്ചമുളക് വേണ്ടി വരും. പിന്നെ ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, സവാള വേണം. ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനുള്ള പ്രാഥമിക കാര്യങ്ങളൊക്കെ റെഡിയാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ആദ്യമേ വേവിക്കാം, തൊലിയോടുകൂടി വേവിച്ചതിന് ശേഷം അത് തുറന്നിട്ട് അതിൻ്റെ തൊലി ഉരിഞ്ഞ് കളഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞങ്ങൾ സാധാരണ അങ്ങനെ എടുക്കാറില്ല. പൊടിമാസ് വയ്ക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് കഴുകി തൊലിയോടുകൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാറ്. അല്ലാണ്ട് ഉരുളക്കിഴങ്ങ് മഞ്ഞക്കറി വയ്ക്കുമ്പോഴേക്ക് നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മൊത്തത്തോടെ എല്ലാം കൂടെ കുക്കറിലോട്ടങ്ങ് ഇട്ട് കൊടുക്കും. അല്ലാണ്ട് വേവിക്കുന്നതാണ് നല്ലത്. മാക്സിമം കുക്കർ ഒഴിവാക്കാൻ പറ്റുമോ അത്രയും ആരോഗ്യം നല്ലതാണ്. പക്ഷേ നമുക്ക് സമയക്കുറവാണല്ലോ, എല്ലാം പെട്ടെന്ന് ചെയ്യണം. ഞൊടിയിടയിൽ സ്വിച്ച് ഇട്ടാൽ അപ്പോഴെല്ലാം നമുക്ക് മുന്നിൽ വരണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് മാത്രം ഇതൊക്കെ വയ്ക്കാനായിട്ട് കുക്കറിനെയാണ് ആശ്രയിക്കുന്നത്. ഇനി ജോലിയൊക്കെ എല്ലാം സ്പീഡ് കൂട്ടിയിട്ടേ കാര്യമുള്ളൂ. കാരണം സമയം 7:30 ആയിട്ടുണ്ട്. 8:45 ആകുമ്പോഴേക്ക് പുള്ളിക്കാരൻ കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കും.
വന്ന് ഡൈനിങ് ടേബിളിൽ അവിടെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ കാപ്പി കൊണ്ട് കൊടുത്തോണം, ഇല്ലെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവും. അപ്പോൾ അതുവരെയൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ നിൽക്കും. ലാസ്റ്റ് ആകുമ്പോൾ ഒരു വെപ്രാളമാണ്. എത്ര നേരത്തെ എഴുന്നേറ്റാലും ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ റെഡിയായി. ഇനി അപ്പം ചുടണത് ആൾ കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് മാത്രമേ അപ്പം ചുടുകയുള്ളൂ. എന്നാൽ മാത്രമേ നല്ല ചൂടോടുകൂടെ കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിനിടയ്ക്ക് പിന്നെ കേശുവിൻ്റെ കൂടെ ഗുസ്തി കൂടണതല്ലേ ഏറ്റവും വലിയ പാട്. പല്ല് തേക്കാനായിട്ട് പറഞ്ഞാൽ പല്ല് തനിയെ തേക്കാറായില്ല, എന്നാലും നമ്മൾ ഇപ്പോഴേ അതൊന്ന് ശീലിപ്പിച്ചൊക്കെ എടുക്കണമല്ലോ. ആൾക്ക് അതാണ് ഇഷ്ടം, തനിയെ പല്ല് തേക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ ബ്രഷിൽ പേസ്റ്റാക്കി കൊടുക്കുമ്പോഴേക്കും കൊണ്ട് നടന്നൊക്കെ തേച്ചോളം, എന്നാൽ അധികം വൃത്തിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കൊണ്ട് നടന്ന് കാക്കേനെയും പൂച്ചേനെയൊക്കെ കാണിച്ചിട്ടാണ് പല്ല് തേപ്പിക്കണത്. അത് കഴിയുമ്പോൾ അവൻ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് തനിയെ പല്ല് തേക്കാനായിട്ട് തുടങ്ങും. പിന്നെ അവിടെ പൊടിച്ചു വന്നൊരു തുമ്പയാണ് കേട്ടോ. അവിടെ തുമ്പ മുളച്ച് വരാറുണ്ട്, ഞാൻ അതിന് പുഴുത് കളയില്ല. പിന്നെ ഇതാ കുറച്ച് തക്കാളി തൈകൾ നട്ടിട്ടുണ്ട്. എനിക്ക് മുന്നേ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു, ടെറസ് കൃഷി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലില്ലാത്ത സാധനങ്ങളും ഇല്ലായിരുന്നു. അങ്ങനെ കൃഷിഭവനിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കണ്ട് ആത്മസംഘടനയിൽ നിന്ന് എനിക്ക് 10,000 രൂപയൊക്കെ അവർ പാരിതോഷികമായിട്ടൊക്കെ തന്നായിരുന്നു. വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് പിള്ളേർ എൻ്റെ കൃഷി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു കാലം. അന്ന് യൂട്യൂബ് ചാനലും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ അതിനൊന്നിനും സമയമില്ലാതെ വീണ്ടും അതൊന്ന് കൊണ്ട് വരണോ. ഇനി കേശുക്കുട്ടനെ കുളിപ്പിക്കണം. അപ്പോൾ മോനിപ്പോൾ രാവിലെ തന്നെ കുളിപ്പിച്ച് ശീലിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾ പല്ല് തേച്ച് കഴിഞ്ഞ ഉടനെ ഇപ്പോൾ ഇങ്ങോട്ട് പറയാം, അമ്മ കുളിക്കാമെന്ന് പറയും. കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മടിയൊന്നുമില്ല. പക്ഷേ കുളിക്കുന്ന സമയത്ത് കുറച്ച് സമയം അവനൊന്ന് വെള്ളത്തിൽ കളിക്കണം. അവിടെ ആ കല്ലിനെയൊക്കെ അവനൊന്ന് കഴുകിയിടണം. അപ്പോൾ ഞാൻ മോനെ കുളിപ്പിക്കുമ്പോൾ മോൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആലക്കല്ലിനെ കുളിപ്പിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ സോപ്പ് തേക്കാനായിട്ട് ഞാൻ ബാക്കിൽ നിന്ന് നടക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുമെന്ന് വെച്ചാൽ സോപ്പ് മാൻ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ദേഹം മൊത്തം സോപ്പ് പതപ്പിച്ചങ്ങ് നിർത്തും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തെല്ലാം അടവ് പറഞ്ഞാണല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കണത്. അങ്ങനെ അവിടെ യുദ്ധമാണ് നടക്കുന്നത് ഞാനും കേശുമായിട്ട്. നിങ്ങളിപ്പോൾ കാണുമ്പോൾ നല്ല സമാധാനപരമായിട്ടാണ് നമ്മൾ രണ്ടാളും നിൽക്കുന്നത്. പക്ഷേ നമ്മൾ തമ്മിൽ അവിടെ വൻപിച്ച യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് അതിനിടയ്ക്ക് 1-2 അടിയും കിട്ടും. പിന്നെ കുളിച്ച് കഴിഞ്ഞ് ആൾ നേരെ പോയി ഇരിക്കും. രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ നമ്മൾ ചായ കുടിക്കും പോലെ മോന് പാല് കൊടുക്കണം. അതും കുപ്പിപ്പാലേ ഇപ്പോഴും കുടിക്കുകയുള്ളൂ. വയസ്സ് 4 അടുത്ത മാസം പിറന്നാളുകാരനാണ്, 4 വയസ്സാവാൻ പോവുകയാണ്. പക്ഷെ ഇപ്പോഴും കുപ്പിപ്പാലേ കുടിക്കുകയുള്ളൂ. അതും പശുവും പാല് കുടിക്കൂല, ഞാൻ ഗ്രോ മാത്രമേ കുടിക്കുകയുള്ളൂ. കുറേ നമ്മളത് ശീലം മാറ്റാൻ നോക്കി, ഒരു രക്ഷയും ഇല്ല, തനിയെ മാറിക്കോളും. പിന്നെ ഇപ്പോഴത്തെ ആ ഒരു പ്രായത്തിലല്ലേ ഇവർക്ക് ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി അവൻ്റെ പുരുഷായുസിൽ ഇങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പം പിന്നെ മോനും അതൊക്കെ അങ്ങ് ആസ്വദിക്കട്ടെ. അവന് പറ്റണിടത്തോളം, നമ്മളെ കൊണ്ട് കഴിയണിടത്തോളം അതൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പം ഉരുളക്കിഴങ്ങ് കറി കുക്കറിൽ വെന്തിരിക്കുകയായിരുന്നു. ഇനി അതിനെ ഒന്ന് മാറ്റി വേറെ പാത്രത്തിലോട്ടാക്കണം. ഇനി അതിൽ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കണം. അതൊക്കെയാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിനിടയ്ക്ക് കേശുവിനെ കുളിപ്പിച്ചൊക്കെ അങ്ങ് നിർത്തിയതാണ്. അപ്പോൾ ആ ഒരു ജോലി അങ്ങ് കഴിയുമല്ലോ, അല്ലെങ്കിൽ ആ വേഷത്തിൽ അവിടെ മൊത്തം നടക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങ ചിരകി വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു വലിയ ജോലിയാണ് ആ തലേന്നങ്ങ് മാറിയത്. അപ്പോൾ ഇനി അതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിനെ ഒന്ന് ആദ്യം വിചാരിച്ച് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞിട്ട് അങ്ങ് ഒഴിക്കാമെന്ന്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തേങ്ങ നമ്മൾ പൈസ കൊടുത്തല്ലേ വാങ്ങണത്. അപ്പോൾ ഈ തേങ്ങാ കൊത്തൊന്നും കളയൂല. ആ കൊത്ത് തോരത്തിനൊക്കെ അരയ്ക്കാനായിട്ട് തോരത്തിലൊക്കെ ഇടാനായിട്ട് എടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, ആദ്യം കൈ കൊണ്ടൊക്കെ ഒന്ന് ഞെരടി പിഴിഞ്ഞൊക്കെ എടുത്തിട്ട് പിന്നെ മിക്സിയിലിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അങ്ങ് അരച്ചെടുത്ത്. അപ്പോൾ ഇതിന് 1-ാം പാല് 2-ാം പാലൊന്നും ഇല്ല, ആകെ ഒറ്റ പാലേ ഉള്ളൂ. അതങ്ങ് പിഴിഞ്ഞങ്ങ് ഒഴിച്ച് നല്ല കുറുകുറുള്ള ഒരു തേങ്ങാപ്പാലായിരുന്നു. അതും കൂടെ ഒഴിച്ച് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി പെരുംജീരകം ഇട്ട് കൊടുക്കാം. അപ്പോഴേക്ക് നല്ലൊരു മണമൊക്കെ വരും. നമ്മൾ കുക്കർ തുറക്കുമ്പോഴേ പെരുംജീരകമൊക്കെ ഇപ്പോഴല്ല ഇടേണ്ടത്, നമ്മൾ കുക്കർ അടയ്ക്കുന്നതും വിടണം. അപ്പോൾ തുറക്കുമ്പോഴേക്ക് നല്ലൊരു മണമാണ്. ഇനി അപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്, ഇനി അപ്പം ചുടണമല്ലോ. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുകിട്ട്, കറിവേപ്പിലയിട്ട്, വറ്റൽമുളകിട്ട്, ഉള്ളി അരിഞ്ഞിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് കടുകും കൂടെ താളിക്കണം. നമ്മളിനി ഇപ്പോൾ നമുക്ക് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഓയിലൊക്കെ കുറച്ചേ യൂസ് ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞാലും
സത്യം പറഞ്ഞാൽ നമ്മൾ കറികൾ വെക്കുമ്പോഴേക്ക് അതിൽ കടുകും കൂടെ താളിച്ചിട്ടാൽ മാത്രമേ അതൊരു സമ്പൂർണ്ണമാവുള്ളൂ. അപ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്കിപ്പോൾ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാം. നമ്മൾ എപ്പോഴും എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നതൊക്കെ തന്നെയാണ് നല്ലത്. പക്ഷെ നമ്മളൊക്കെ പിന്തുടർന്ന് വന്ന ആ ഒരു ശീലമില്ലേ, നമ്മളെയൊക്കെ പാരമ്പര്യമേ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഇനി അതിലൊക്കെ മാറ്റം വരുത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിന് മാത്രം ഉള്ളതല്ല, അത് നമുക്കറിയില്ല ഇന്ന് എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കാൻ പോണതെന്ന്. അപ്പോൾ അതിനൊക്കെ മൊത്തത്തിലുള്ള കടുക് അങ്ങ് താളിച്ച് വയ്ക്കും. അപ്പോഴെപ്പോഴും കടുക് വറുത്തൊഴിക്കണം ആ ഒരു പരിപാടി അങ്ങ് ഒഴിവാക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കറിക്കുള്ളത് ഒഴിച്ചിട്ട് ബാലൻസ് ഇതിലാക്കിയിട്ട് അങ്ങ് അടച്ചു വെച്ചിരിക്കും. അപ്പോൾ ഓരോ കറികളായിട്ട് വെന്ത് എല്ലാം പാകമായിട്ട് വരുമ്പോഴേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി തലേദിവസമേ അരച്ച് വെച്ചിരിക്കുകയായിരുന്ന നല്ല വെള്ളയപ്പത്തിനുള്ള മാവ്. അപ്പോൾ നമ്മൾ അരി ആട്ടുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് ചെയ്യാറ്, പച്ചരി എടുക്കും, പച്ചരി കുതിർക്കും, അതിലേക്ക് അരി ആട്ടാൻ സമയത്ത് കുറച്ച് ചോറും കൂടെ ഇട്ട് കൊടുക്കും. കുറച്ച് നല്ല മിക്കവാറും അരമുറി തേങ്ങയും കൂടെ ചിരകി അതും കൂടെ ഇട്ടാണ് അരച്ച് എടുക്കുന്നത്. അരിയും തേങ്ങാക്കൊത്തല്ല തേങ്ങാപ്പീരയും ചോറും കൂടെ ഇട്ട് അരയ്ക്കും. അപ്പോൾ പിന്നെ അതിലേക്ക് ഉണ്ടല്ലോ തേങ്ങാ വെള്ളം കൂടെ ഒഴിക്കാം. ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇന്നലെ തേങ്ങാ വെള്ളവും പഞ്ചസാരയൊന്നും ഇട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ മാവ് കലക്കാൻ നേരത്താണ് കുറച്ച് തേങ്ങാ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല വെള്ളയപ്പം, നല്ല പൂ പോലുള്ള വെള്ളയപ്പം റെഡി. നമ്മൾ തിരുവനന്തപുരംകാർ വെള്ളയപ്പം എന്നൊന്നും പറയാറില്ല, സാധാരണ അപ്പം എന്നേ പറയുള്ളൂ. അവിടെ അമ്മയുടെ പണി എന്താണെന്ന് വെച്ചാൽ തലേ ദിവസത്തെ കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ബാലൻസ്, അതെല്ലാം അമ്മ ചൂടാക്കി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കേശുവിൻ്റെ അച്ഛന് അവിടെ കാപ്പി കുടിക്കാനായിട്ട് ആളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം എനിക്കറിയാം, കുളിക്കാൻ കയറുമ്പോഴേക്കും ഞാൻ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യും. കുളിച്ചിറങ്ങി ആളും വന്നിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഫുഡ് കഴിക്കുകയുള്ളൂ. അപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കും പ്രാർത്ഥിക്കാനായിട്ട് എത്തിയോ, കുളി കഴിഞ്ഞ് എത്തി വന്നൊക്കെ. അപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് കണ്ടാൽ അപ്പോഴും ഞാൻ അപ്പം ചുടാനായിട്ട് തുടങ്ങും. അപ്പോഴേക്കും പ്രാർത്ഥിച്ച് കഴിഞ്ഞിരിക്കുമ്പോഴേക്കും ഒരു 2 അപ്പം റെഡി ആയിരിക്കും. അപ്പോൾ ആ 2 എണ്ണം കഴിയണ സമയം കൊണ്ട് അടുത്ത അപ്പങ്ങളിങ്ങനെ ചുട്ടെടുക്കാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാക്കയ്ക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ടാണ് ആ ഒരു പോർഷനൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തത്. രാവിലെ തൂത്തുവാരി ഇട്ടിരുന്നത് തന്നെയാണ്, എന്നാലും നമ്മൾ ആ ഒരു മര്യാദയോടുകൂടി കൊടുക്കണമല്ലോ. അപ്പോൾ ഒന്നും കൂടി അവിടേക്കൊന്ന് തൂത്തിറക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറ് വേവിച്ച് വടിച്ച് വെച്ചിരുന്നിട്ട് ആദ്യത്തെ ചോറാണ്, അല്ലാണ്ട് നമ്മൾ കഴിച്ചതിൻ്റെ ബാലൻസ് അല്ല കൊടുക്കുന്നത്. ആദ്യത്തെ ചോറ് ഇതേപോലെ ഒരു ഇലയിലാക്കിയിട്ടാണ് കാക്കയ്ക്ക് കൊടുക്കുന്നത്. കാക്ക അവിടെ ഹാജരായിരുന്നു. ഞാൻ കൊണ്ടുവച്ച് അങ്ങ് അകത്തോട്ട് കയറിയതേ ഉള്ളൂ. ആൾക്കാർ വന്നു തുടങ്ങി കഴിക്കാനായിട്ട്. ചില ദിവസങ്ങളിൽ വെച്ചിട്ട് പോയാൽ കുറേ സമയം എടുക്കും വരാൻ, അവർ മൈൻഡ് പോലും ചെയ്യൂല. ചിലപ്പോൾ കണ്ടില്ലേ, ഇന്നിപ്പോൾ കൊണ്ട് വെച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും ആൾക്കാരെത്തി. കേശുവിൻ്റെ അച്ഛൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ ഇനി കടയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ പുള്ളിക്കാരൻ ഷോപ്പിൽ പോയി. കേശുവിനെ ഇനി അംഗൻവാടിയിലാക്കണം. മോൻ അവിടെ റെഡി ആയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ ചേമ്പൻ തട എടുത്തതിൽ ബാലൻസ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ സാധാരണ ചേമ്പൻ തടയൊന്നും ഫ്രിഡ്ജിൽ വെച്ചിരിക്കാറേ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല, ഇഷ്ടംപോലെ ചേമ്പുണ്ടല്ലോ. പക്ഷേ ഇന്നലെ പിന്നെ കളയണ്ടെന്ന് വിചാരിച്ചങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്. അമ്മ അത് തീയിൽ വയ്ക്കാനായിട്ട് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് 10 മണിയായി. കേശുവിന് അംഗൻവാടിയിൽ പോവേണ്ട സമയമായി. ആ കാണുന്നതാണ് അംഗൻവാടി. അംഗൻവാടിയിൽ ഏറ്റവും അടുത്ത് താമസിക്കുന്നത് കേശുവാണ്. ഏറ്റവും ലേറ്റായിട്ട് അംഗൻവാടിയിൽ പോണ ആളും കേശുവാണ്. കേശു ചെല്ലുമ്പോഴേക്കും എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ മോനെ കൊണ്ട് അംഗൻവാടിയിലാക്കി ഞാൻ തിരിച്ചു വന്നപ്പോഴേക്ക് അമ്മ ഇവിടെ അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം, ആ ഡ്യൂട്ടി എൻ്റെതാണ്. അമ്മയ്ക്ക് ഈ പറയും പോലെ കുറേ സമയം നിൽക്കാനായിട്ട് പറ്റുമല്ലോ, ഭയങ്കര കാലുതരിപ്പാണ്. അകത്ത് ചെരുപ്പിടാനായിട്ട് പറഞ്ഞതാണ്, പക്ഷെ അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, ചെരുപ്പിട്ട് അകത്ത് നടക്കാനായിട്ട്. ഇനി എങ്ങാനും ടെയിലിൽ ചെരുപ്പിട്ട് നടന്ന് ചർക്കി വീഴുമെന്ന് പേടിച്ചിട്ട് നമ്മൾ അതിനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാനും പോയില്ല. അപ്പോൾ ഇങ്ങനെ തേങ്ങയൊക്കെ വറുക്കണ കാര്യങ്ങളും ഇങ്ങനെ അധിക സമയം നിന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തേങ്ങ വറുക്കൽ ദൗത്യമൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്കും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല, കാരണം കുറച്ച് അധിക സമയം നമ്മൾ ഒരേപോലെ നിന്ന് കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ്ടേ. പിന്നെ എനിക്കിതാ ഈ ഒരു ചട്ടി ഇപ്പോൾ കിട്ടിയത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ല ഈസിയാണ്.
അപ്പോൾ ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഞാനിനി ഇങ്ങനെയുള്ള കുറച്ച് വർത്തായിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ചട്ടുകം കാണാനില്ല. ഇപ്പോൾ ദോശയോ ചപ്പാത്തിയൊക്കെ മറിച്ചിടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പിച്ചാത്തി വെച്ചാണ് ചെയ്യണത്. അങ്ങനെ നമ്മൾ പിച്ചാത്തി ഉപയോഗിക്കുന്ന സമയത്ത് അത് ചൂടാകുമ്പോഴേക്കും അതിൻ്റെ മൂർച്ച കുറയും. അത് ശരിയാണ്, പക്ഷേ നിവർത്തിയില്ലാത്തതുകൊണ്ട് മിക്കവാറും പിച്ചാത്തിയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തടിയിൽ തന്നെ നോൺ സ്റ്റിക്ക് ഇളക്കാനായിട്ട് കിട്ടിയ ഒരു ചട്ടുകമുണ്ട്, അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ തന്നെ ഒരു ചട്ടുകത്തിന് പറഞ്ഞിരിക്കുകയാണ് ആ ഞായറാഴ്ച വരുന്ന അങ്കിളിനോട്. അപ്പോൾ അത് തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടതാ ഞാൻ നേരെ പോയത് പുളിഞ്ചിക്ക് പറിക്കാനാണ്. അച്ചാറൊക്കെ എല്ലാം തീർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ പുളിഞ്ചിക്ക എല്ലാം വന്ന് കുഞ്ഞനായിട്ട് നിന്ന് എല്ലാം പാകമായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല കൊലകൊലയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ പുളിഞ്ചിക്ക കഴിക്കുമ്പോഴേക്കും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരുപാട് കഴിച്ചാൽ നമ്മളെ കിഡ്നിക്ക് പ്രോബ്ലം ആണ്, അത് ശരി തന്നെ. എന്നാലും ഇതിൻ്റെ അടുത്തുള്ള ഒരു ഇഷ്ടം കാരണം അതൊക്കെ അങ്ങ് മറക്കും. ഒരല്പം ഈ അച്ചാറെന്ന് പറയണതേ തൊട്ടുകൂട്ടാനുള്ള സംഭവമാണ്. പക്ഷേ എന്നെപ്പോലുള്ള അച്ചാർ പ്രേമികൾ ഇരുട്ട വെളുക്ക അച്ചാർ തിന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലാത്തതും. എല്ലാം അറിയാം, നമ്മളങ്ങനെയാണല്ലോ. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാത്തതായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷേ നമ്മളത് അനുസരിക്കില്ല, അത് നമ്മളൊരു ശീലമായിപ്പോയി. ഇപ്പം അറിയാമല്ലോ, ഇത്രയും വലിയ കോവിഡ് ഇത്രയും മാരകമായിരുന്ന സമയത്തും അത് സമ്പർക്കം വഴി ഉണ്ടാവാം എന്നൊക്കെ അറിഞ്ഞിട്ടും കൂട്ടുകൂടരുത്, കൂട്ടം കൂട്ടി നിൽക്കാൻ പാടില്ല, മാസ്ക് വെക്കാണ്ട് പുറത്തിറങ്ങാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ കോവിഡ് പകരും, അത് മരണത്തിന് വരെ കാരണമാകും എന്നറിയാതിരുന്നിട്ടും പോലീസിനെ പേടിച്ച് മാത്രം നമ്മളിതെല്ലാം അനുസരിക്കുന്നവരായിരുന്നു നമ്മൾ മലയാളികൾ. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ആ സ്ഥിതിക്ക് പിന്നെ ഈ കിഡ്നി ഇപ്പോൾ കഴിച്ചാൽ ഇനി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 6-7 വർഷം കഴിയുമ്പോഴാണ് കിഡ്നിക്ക് പ്രോബ്ലം വരുമെന്നുള്ള പേടി കൊണ്ട് ഇപ്പോഴേ ഇതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് കഴിക്കുമെന്ന് തോന്നണുണ്ടോ? എന്നാലും പുളിഞ്ചിക്ക ആകുമ്പോഴേക്കും ഞാനിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് അധികം കൂട്ടാതിരിക്കാനായിട്ട്. അങ്ങനെ പുളിഞ്ചിക്ക എല്ലാം എന്താ നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് കട്ട് ചെയ്തതിന് ശേഷം മാത്രം കഴുകി ഉപയോഗിക്കാമെന്ന്. അങ്ങനെ കഴുകി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് കുടഞ്ഞൊതുക്കി എടുക്കണം. അപ്പോഴേക്ക് ഈ സംഭവം മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കായപ്പൊടിയും എല്ലാ പുളിഞ്ചിക്കയിലും ഒരേപോലെ പിടിച്ച് കിട്ടണമല്ലോ. അതാണല്ലോ നമുക്ക് ആവശ്യം. ഒരെണ്ണത്തിൽ കൂടി ഒരെണ്ണത്തിൽ കുറഞ്ഞിരുന്നാൽ അതിൻ്റെ പാകം തെറ്റൂലേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കറക്കി എല്ലായിടത്തും ഈ 3 സംഭവങ്ങളെ എത്തിച്ചിട്ടുണ്ട്. മുന്നേ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ സംഭവങ്ങളൊക്കെ ഉണക്കാനായിട്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ ഒരു അടപ്പുണ്ട്, അതിൽ വെച്ചിട്ടാണ് പുളിഞ്ചിക്കയൊക്കെ ഉണക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ പുളിഞ്ചിക്ക ഇത്രയും ഭീകരനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു അന്ന്. ആ പാത്രം വൈകുന്നേരം ആയപ്പോഴേക്ക് അതിന് ഫുള്ള് പുളിഞ്ചിക്ക ദ്രവിപ്പിച്ച് കളഞ്ഞ്. അതുപോലെ തന്നെ അച്ചാറിനകത്ത് ഞാനൊരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്പൂണും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അച്ചാർ ആ സ്പൂണിനെയും തിന്ന് അത്രയും ദ്രവിച്ച് പോയതുപോലെയായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുളിഞ്ചിക്ക കൈകാര്യം ചെയ്യുമ്പോഴേക്ക് പാത്രങ്ങളും അത്രയും ശ്രദ്ധിക്കണം. അലുമിനിയം ആയാലും സ്റ്റീലായാലും അതിനെ മൊത്തം പുളിഞ്ചിക്ക അങ്ങ് ദ്രവിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് അത്രയും പവർഫുള്ളാണ് പുളിഞ്ചിക്ക. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇവൻ്റെ അടുത്തൊന്ന് കളിക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ പേപ്പറിലിട്ടായിരുന്നു ഉണക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് അതൊന്നും ശരിയല്ല. അങ്ങനെ 2 വാഴയില വെട്ടി പുളിഞ്ചിക്ക എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, ഒരുപാടൊന്നും എടുത്തില്ല, കുറച്ച് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത്ര പുളിഞ്ചിക്ക മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പുളിഞ്ചിക്ക അച്ചാറിടുന്ന സമയത്ത് ഒരു ദിവസത്തെ ഉണക്കിൽ അച്ചാറിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിങ്ങനെ അടമാങ്ങയുടെ പരുവത്തിന് അത്രയും ഫുള്ളായിട്ട് ഉണക്കിയിട്ട് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഒറ്റ ദിവസം നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് വെച്ചാൽ നല്ല വെയിൽ, രാത്രി ഒരു വൈകുന്നേരം ഒരു 3 മണി വരെ കിട്ടണ രീതിയിൽ വെയിൽ കിട്ടിയതിന് ശേഷം അച്ചാറിട്ട് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് വിശ്രമിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോഴാണ് ആ ഒരു പയർ ചെടി അവിടെ നിന്നത് കണ്ടത്. അപ്പോൾ ആ പയറിൻ്റെ തെളിർ ഇലകൾ ഇങ്ങനെ നുള്ളി കൊടുക്കുമ്പോഴേക്ക് മാത്രമേ പുതിയ പയറിൻ്റെ ഇലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അതാണ് അപ്പോൾ അവിടെ കഴിഞ്ഞത്. പിന്നെ ഇടയ്ക്കൊന്ന് മഴ ചാറിയപ്പോഴേക്ക് ഞാൻ ആ വേറൊരു വാഴയില എടുത്ത് തന്നെ ഇതിങ്ങൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്തുകൊണ്ട് പോയില്ല, ചെറുതായിട്ട് ചാറ്റലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അച്ചാറും കൂടെ ഇട്ട് വെച്ചാൽ ഇന്നത്തെ പാചക കലാപരിപാടികളെല്ലാം അങ്ങ് അവസാനിക്കും.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുളിഞ്ചിക്ക അച്ചാർ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ മൺചട്ടിയിൽ മാത്രമേ ഇടാറുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പാത്രങ്ങളൊക്കെ പോണ വഴി അറിയില്ല. അപ്പോൾ അതുകൊണ്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ അധികം നല്ലെണ്ണ അങ്ങനെ യൂസ് ചെയ്യൂല, കാരണം ഇവിടെ ചേട്ടന് നല്ലെണ്ണ അലർജിയാണ്. അതുകൊണ്ട് നല്ലെണ്ണ അധികം ഉപയോഗിക്കില്ല. അല്ലാണ്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ്. നമുക്കിപ്പോൾ ഒരുപാട് നാളത്തേക്ക് നമ്മൾ അച്ചാറിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം, കാരണം അതൊരു പ്രിസർവേറ്റീവ്സ് ആണ്. അല്ലാണ്ട് നമുക്ക് ഉടനടി എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് അച്ചാറിടണത്. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ചെറുതായിട്ട് ഉണങ്ങിയ പുളിഞ്ചിക്കയും കൂടെ അതിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. ഇനി വേണമെങ്കിൽ മാത്രം ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് അധികം ഇടണം. ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. അച്ചാറിന് ഉലുവ മുന്നിട്ട് നിൽക്കുന്നത് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കൊടുക്കും. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം ഇട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ആവുമ്പോഴേക്ക് നമ്മുടെ കിടിലൻ അച്ചാറും ഇവിടെ റെഡിയായി. ഇനി ഇന്നത്തേക്ക് വേണ്ട, നാളത്തേക്ക് മതി ഈ അച്ചാർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.